ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് കൊച്ചിക്കോയ എല്ലാവരും ട്രെൻഡിങ് ആയിക്കൊണ്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭവമാണ്. നമുക്ക് വീട്ടിൽ എത്ര എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നറിയാം. ഇത് നമുക്ക് സാധാരണ അവല്, ചുവന്ന അവൽ തന്നെ വേണം കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരു 600 പഴണ്ടത് നമുക്ക്, ഞാൻ തിരുനെല്ലിപ്പൂവനായിട്ട് എടുത്തത്. അത് നന്നായിട്ട് ഒന്ന് ഒടിച്ചെടുക്കാം. പഞ്ചസാരയും ചേർത്തിട്ട് വേണം ഒടുക്കാൻ. പഞ്ചസാര ഇവിടെ മധുരം കുറവായത് കൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. നിങ്ങൾ അത്യാവശ്യത്തിന് മധുരം ഇടണം കേട്ടോ. മധുരം ഇഷ്ടമില്ലാത്തവരുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ചിട്ടത്. അങ്ങനെ നല്ലോണം ചെറിയ ഉള്ളി ഇല്ലല്ലേ, ചെറിയ ചുവന്നുള്ളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരു 15 എടുത്തിട്ടുണ്ട് ഞാൻ. അത്രയും പൊടിയായി അരിഞ്ഞെടുത്തിട്ട് ഇത് പഴവും പഞ്ചസാരയും ഈ ചുവന്നുള്ളിയും കൂടി നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒടിച്ചെടുക്കുക വെച്ചാൽ ഈ ചുവന്നുള്ളി ഒന്നും കടിക്കാതെ രൂപത്തിലുണ്ടാവും. അത്രയും നല്ല ഒടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഒടിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് പിന്നെ ഇഞ്ചി നീരും വേണം, ചെറുനാരങ്ങയുടെ നീരും വേണം. ഇഞ്ചിന്റെ നീര് വെച്ചാല് ഞാനൊരു വലിയ കഷ്ണം എടുത്തിട്ട് ഇഞ്ചി നീരെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. ഇത് നമ്മള് പിന്നെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ചെറുനാരങ്ങയുടെ നീരെടുക്കണം. ഒരു ചെറുനാരങ്ങയുടെ നീര് വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അതിന്റെ നീര് ഒഴിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പിന്നെ ഇതാണ്. നല്ല എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മള് കുട്ടിക്കാലത്തൊക്കെ നമ്മളെ വീട്ടിലൊക്കെ പിന്നെ വലിയമക്കളുടെ കാലത്തൊക്കെ ഇത് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഒരു തേങ്ങയുടെ നല്ല കട്ടിപ്പാൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആള് കുറവാണെങ്കിൽ നമുക്ക് പാലൊക്കെ കുറച്ചെടുത്താൽ മതി കേട്ടോ. പഴമൊക്കെ കുറച്ചെടുത്താൽ മതി. ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇതങ്ങനെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പഞ്ചസാരയൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല അവല് വറുത്ത അവലാണല്ലോ, അതിലാണ് ഇത് പാലും കൂടി ഒഴിച്ചിട്ട് കഴിക്കല്. നല്ലോണം അവലില് ഇത് ഈ പാല് കുതിരണം. അതിനെ കൊണ്ടാണ് പാൽ അത്യാവശ്യം വേണമെന്ന് പറയുന്നത് കേട്ടോ. നല്ല പാലുണ്ടെങ്കിലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എന്താ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല പാൽ ഒഴിച്ചിട്ട് അങ്ങനെ നല്ല അത്യാവശ്യം നല്ല കുതിർന്ന് നിൽക്കണം കേട്ടോ പാല്. അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. എൻ്റെ ഫാമിലിയിലൊക്കെ എല്ലാവർക്കും ഇത് അറിയാം. ഞാൻ അതുപോലെ അറിയുന്നവർ കുറേ പേരുണ്ടാവും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ്. താങ്ക് യു.